ഹായ്, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ക്യാൻ പൂച്ച അല്ലേ? അപ്പോൾ പൂച്ചയുടെ കളികൾ എന്താണ്? എന്താണ് ഈ വൈബ്സ് വിഷൻ ചാനലിൽ പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലല്പം രസകരമായ ഒരു കാര്യമുണ്ട്. 1980 എഡ്വാർഡ് ഐക്ക് എന്നൊരു ഡോക്ടർ തൻ്റെ അടുത്ത് വന്നിരുന്ന രോഗികളുടെ പരാതിയിൽ നിന്ന് ഒരു പുതിയ ഫോർമുല വികസിപ്പിച്ചെടുത്തു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നിരുന്ന വ്യക്തികളുടെ പരാതി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായിരുന്നില്ല. അപ്പോൾ സ്ത്രീകൾ ധാരാളമായിട്ട് വരാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഈ സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്കും പുരുഷന്മാരുടെ ഒപ്പം എന്താണ് ഒരു രതിമൂർച്ച ലഭിക്കുന്നില്ല, ഇതിനെന്താണ് പരിഹാരം എന്നൊക്കെയാണ് അവർ കൂട്ടായിട്ട് ചിന്തിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകളുടെ ഈ പരാതി കേട്ടപ്പോൾ ഡോക്ടർ നമ്മുടെ വാത്സ്യായന മഹർഷി പണ്ട് ആലോചിച്ച പോലെ ആലോചിച്ച് വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നിക്കാണ് ഇത്. 1988 ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഒരു ലേഖനവും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് രണ്ടു കൂട്ടർക്കും സന്തോഷം ലഭിച്ചെങ്കിൽ മാത്രമേ ലൈംഗിക ജീവിതത്തിന് ഒരു ആസ്വാദ്യത ലഭിക്കൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വികസിപ്പിച്ചെടുക്കുന്നതിലേക്ക് ഡോക്ടറുടെ ശ്രദ്ധ പതിഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് സാധാരണ നമ്മുടെ മിഷണറി പൊസിഷൻ്റെ തന്നെ പരിഷ്കരിച്ച ഒരു പതിവാണ്, അതിലൊരു പതിപ്പാണ്. സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാം, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ഒരു പ്രതിഭാസമാണ് മിഷണറി പൊസിഷൻ. അതിലെന്താണ് സാധാരണ രീതിയിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. സ്ത്രീക്ക് മുകളിലായിട്ട് പുരുഷൻ വരുന്ന ആ ഒരു പൊസിഷനാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അല്പം കൂടെ മാറ്റം വരുത്തുകയാണ്. സ്ത്രീയുടെ ചെസ്റ്റിന് മുകളിലായിട്ട് പുരുഷന് ശരീരം വരികയും പെൽവിക് ഏരിയയിലുള്ള ആ ഒരു പെൽവിക് ഭാഗത്തുള്ള ചലനങ്ങളിലൂടെ സ്ത്രീയുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ സ്പർശനം ഉറപ്പുവരുത്തുകയും അങ്ങനെ, അതായത് ഒരു ഘർഷണം സ്ത്രീയുടെ ക്ലിറ്റോറിയസിൽ ആ ഒരു ഭാഗത്ത് വരുത്തുകയും ആ ഏരിയയിൽ മൊത്തം നടക്കുന്ന ആ യൂരസൽ പ്രക്രിയയിലൂടെ അവിടെ ഒരു ഘർഷണം സംഭവിക്കുകയും അങ്ങനെ ഒരു ഉത്തേജനം ലഭിക്കുകയും പെട്ടെന്ന് സ്ത്രീകൾക്ക് അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയരുവാനും സന്തോഷം തേടുവാനുമായിട്ട് കഴിയുന്നു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിയിലെ കമൻറ്റിൽ പിൻ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് വീഡിയോ ഇട്ടു, പക്ഷേ ചെറിയൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സ്യൂട്ടബിലിറ്റി ഇഷ്യൂ എന്നൊക്കെ പറയും. അതായത് ഒരുപാട് ആളുകളിലേക്ക് വീഡിയോ എത്താതിരിക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. ചില വീഡിയോസിനൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഫോമൊക്കെ ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ ലൈംഗിക ജീവിതത്തിൻ്റെ പ്രാധാന്യം അറിയാം. എന്തുകൊണ്ടാണ് ഈ മിഷണറി പൊസിഷൻ ഇത്ര പ്രചാരത്തിലായത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇതൊന്നും ആയിരുന്നില്ല. സ്ത്രീ മുകളിൽ വരികയും ശരീരഭാരം കുറഞ്ഞ സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് ചലിക്കുവാൻ പാകത്തിലുള്ള ഒരു പൊസിഷനായിരുന്നു നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രങ്ങളിലെ ശില്പങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ നമ്മുടെ പരമ്പരാഗതമായ മഹർഷി വികസിപ്പിച്ചെടുത്ത ബുക്കാണ് ഇന്നും ലോകത്തിലെ ലൈംഗികതയുടെ ഒരു ആധികാരിക ഗ്രന്ഥമായിട്ട് അന്നും ഇന്നും വിശേഷിപ്പിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ക്രിസ്തു മതത്തിൻ്റെ ആരംഭത്തോടെ ലൈംഗികത തന്നെ പാപമാണ് എന്ന് വിചാരിച്ചിരുന്ന, മോശമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ആ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീക്ക് ചലന സ്വാതന്ത്ര്യമില്ലാത്ത, അവളേക്കാൾ ഭാരം ഒരുപാട് കൂടുതലുള്ള പുരുഷ മുകളിലേക്കായിട്ട് വരുന്ന രീതി. അതായത് സ്ത്രീക്ക് ഇതിലൊരു സുഖമൊന്നും വേണമെന്ന് അവർ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യന് ഈ സംഭവം തന്നെ വളരെ മോശമാണെന്നാണ് ഇവർ പഠിപ്പിച്ചു വെച്ചത്. പക്ഷേ ജൈവികമായ പ്രേരണ നിമിത്തം ആരൊക്കെ എത്രയൊക്കെ തടഞ്ഞു വെച്ചാലും മനുഷ്യനിത് ചെയ്യും. അപ്പോൾ സന്താന ഉൽപാദനത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ലൈംഗികത. ഇതിൽ സ്ത്രീക്ക് വലിയ സന്തോഷത്തിൻ്റെയോ സുഖത്തിൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ല.
മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് ലൈംഗികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ധരിച്ചു വെച്ച ആ ഒരു ലൈംഗികത നിഷേധിക്കപ്പെട്ട പാപമാണെന്ന് കരുതിയ പാതിരിമാരുടെ ഒരു സൃഷ്ടിയാണ് ഈ നമ്മൾ പറയുന്ന മിഷണറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അധികം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും ഗർഭവതികളായ സ്ത്രീകൾക്കൊക്കെ അത് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഒരു കൾച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയായിട്ട് വന്ന മറ്റൊരു കാര്യമാണ് എല്ലാവർക്കും കൂടുതൽ സുഖം പകരുന്ന ഈ വദനരതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പാപമാണ്, മോശമാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ല, കുട്ടികൾ ജനിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യകതയില്ലെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. ആഗോളതലത്തിൽ ഏറ്റവും പുതിയ പഠനങ്ങളൊക്കെയും വന്നിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ, അതായത് ഇപ്പോഴത്തെ കാലത്ത് ബന്ധത്തിൽ കുട്ടികളുടെ എണ്ണത്തിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. അതിലേറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് വർഷത്തിൽ 5-6 തവണ മാത്രം ബന്ധപ്പെടുന്ന ദമ്പതികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും മനുഷ്യനെ സ്ട്രെസ്സിലേക്ക് നയിക്കുകയും പലരുടെയും ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമാകുകയും കുട്ടികൾ തന്നെ ഉണ്ടാകുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടുക, ഇല്ലെങ്കിൽ വലിയ ചികിത്സയ്ക്ക് പോകേണ്ടതായ അവസ്ഥയിലൂടെ പോവുക, ഇങ്ങനെയുള്ള കാരണങ്ങളിലേക്കൊക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫാമിലി ലൈഫ് എന്നുള്ളത് ഈ ഒരു സുഖം പകരാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സുഖം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുന്നതിനും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നതിനും സാധിക്കുകയുള്ളൂ. ഒപ്പം ഈ നിങ്ങളുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടുന്ന ആ സന്തോഷവും സുഖവും അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ നിഷേധിക്കുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ, പണ്ട് കാലത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, ഒരുപാട് അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളിലേക്ക് സ്ത്രീകളുടെ കണ്ണും മനസ്സുമൊക്കെ ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകേണ്ട സ്നേഹവും കരുതലുമൊക്കെ നിങ്ങൾ നൽകാൻ മടിക്കുമ്പോൾ മറ്റൊരാൾ ഇത് നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ ആ സുഖത്തിൻ്റെ പുറകെ പോവുകയും പിന്നീട് ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായി, എൻ്റെ ഭാര്യയെ വിശ്വാസവഞ്ചന കാണിച്ചു, അവൾ അങ്ങനെയാണ് എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നും ആ ഒരു ജീവിതം സ്ത്രീക്ക് കൂടെ അവകാശപ്പെട്ടതാണ് എന്നും, അല്ലാണ്ട് സ്ത്രീയുടെ ശരീരം പുരുഷന് മാത്രം സന്തോഷം കണ്ടെത്താനുള്ളതൊന്നുമല്ല, അവൾക്കൂടെ ആ സന്തോഷം കണ്ടെത്താനുള്ളതാണ് എന്ന തരത്തിലേക്ക് സമൂഹം മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മാറ്റി ചിന്തിക്കാത്ത കുറച്ചേറെ ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരണകൾ മാറ്റുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിവിധങ്ങളായ പൊസിഷനുകൾ ലൈംഗിക ജീവിതം, കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ജീവിതത്തെ കൂടുതൽ ആരോഗ്യപരമായിട്ട്, നമുക്കറിയാം പലപ്പോഴും നമ്മളെ വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, സ്ട്രെസ്സ് കുറയാൻ, പോസ്റ്റ്രേറ്റ് ക്യാൻസർ ഉൾപ്പെടെ തടയുന്നതിന്, ഉറക്കം ക്രമീകരിക്കുന്നതിന്, നമ്മുടെ വെയിറ്റ് ലോസ്, ഇത് നല്ലൊരു എക്സസൈസാണ്. അതുപോലെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ബന്ധം കൂടുതലായിട്ടുണ്ടാകുന്ന ദമ്പതികളുടെ ഇടയിൽ മാനസികവും വൈകാരികവുമായ ഒരു ഐക്യമുണ്ട്, ഡിവോഴ്സ് കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലൈംഗിക ബന്ധത്തിൻ്റെ മെച്ചമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, പറ്റുന്നവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുവാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനലിലെ പൊതുവെ ലേഡീസൊക്കെ കുറവായിരുന്നെങ്കിലും സമീപകാലത്തായിട്ട് കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ സുന്നത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിച്ചു വരുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ എണ്ണത്തിൽ ആ ഒരു വർധനവ് ഞാൻ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ തന്നെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സ്ത്രീകളും കാണുന്നുണ്ട്. അവർക്ക് സംശയം ചോദിക്കാൻ, കൃത്യമായിട്ട് അറിവ് നേടാനൊക്കെ നമ്മളെ സമീപിക്കുക എന്നുള്ളത് ഒത്തിരി സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ചാനലിൽ കൂടുതൽ സ്ത്രീകളിലേക്ക് എത്തിക്കാനും, പുരുഷന്മാർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ദാമ്പത്യ ജീവിതവും ലൈംഗികതയൊക്കെ രണ്ടു കൂട്ടരുടെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ജനകീയമാക്കണം, അല്ലെങ്കിൽ കൂടുതൽ സ്ത്രീകളിൽ എത്തിക്കാനൊക്കെ സഹായമാകട്ടെ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുമിച്ചിരുന്ന് കാണാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള പങ്കാളികളാണ് എങ്കിൽ
നിങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് കാണുവാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.